ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു പി കെ ടോക്സ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ബേസിക് ട്രാൻസ്ഫർമേഷനായ റൊട്ടേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. സ്ട്രേറ്റ് ലൈൻ പാത്തിലായിരിക്കും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നത്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു. ട്രാൻസ്ലേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൊട്ടേഷനകത്ത് സർക്കുലർ പാത്തിലായിരിക്കും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നത്. ഈ റൊട്ടേഷൻ എന്ന് പറയുന്ന സംഭവം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫിനെ കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്ന നെയിം പി. ആ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നിൽക്കുന്ന ഗ്രാഫിലെ പൊസിഷനാണ് x, y. ഈ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് p' ആക്കി മാറ്റുവാണ്. അങ്ങനെ അത് p' ആവുമ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന അതിൻ്റെ x, y വാല്യൂ ചേഞ്ച് ചെയ്ത് x' y' ആയി മാറും. ഈ x' എന്താണ്, y' എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ട്രാൻസ്ലേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു x' x + tx എന്ന് പറയുമായിരുന്നു, y' y + ty എന്ന് പറയുമായിരുന്നു. അതുപോലെ റൊട്ടേഷൻ്റെ കേസിൽ x' എന്താണ്, y' എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലാർ പാത്തിലാണെന്ന് പറഞ്ഞു. ആ സർക്കിൾ ഇതുപോലെ ഒരു സർക്കിൾ ഇവിടെ ഉണ്ട്. ഈ സർക്കിൾ ഞാനിത് റഫായിട്ട് വരച്ചേക്കുക. ഈ സർക്കിളിൻ്റെ പാത്തിൽ കൂടെ ആയിരിക്കും അത് റൊട്ടേറ്റ് ആവുന്നത്. ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഈ ഗ്രാഫിൻ്റെ 0,0 എന്ന് പറയുന്ന ഒറിജിൻ. ആ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്, r എന്ന് പറഞ്ഞത് റേഡിയസ്. അപ്പം ഇവിടെ ഒരു സർക്കിളുണ്ട്, അത് അസ്യൂം ചെയ്താൽ മതി. ഒരു സർക്കിളുണ്ട്, ആ സർക്കുലാർ പാത്തിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഗ്രാഫ് നിൽക്കുന്ന ഗ്രാഫിൻ്റെ ഒറിജിനായ 0,0 എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിരിക്കും സർക്കിളിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്നുള്ള ഈ ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസാണ് ഇവിടെ വരച്ചിരിക്കുന്ന r എന്ന് പറയുന്നത്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാം. ഈ രണ്ട് കേസും നമുക്ക് നോക്കണം. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ, അതായത് ഈ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മറ്റേത് നിങ്ങൾ ചെയ്ത് നോക്കണം, ഒരു അസൈൻമെൻറ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇത് ഇപ്പം ഞാൻ ഈ സർക്കിളിൻ്റെ കാര്യവും ഈ ഒബ്ജക്റ്റ് നിൽക്കുന്ന സെൻറ്ററിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ നിൽക്കുന്ന ഒരു ആംഗിളുണ്ട്. ആ ആംഗിളിന് ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം ഫൈ എന്നാണ്. ആ ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ ഒരു തീറ്റ, ഒരു +θ വാല്യൂ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോഴാണ് ഈ പി ഇങ്ങോട്ട് മാറി p' ആയത്. അപ്പോൾ ഒറിജിനൽ ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ ഒരു തീറ്റ വാല്യൂ ആഡ് ചെയ്തപ്പോൾ പി എന്തായിട്ട് മാറി, p' ആയിട്ട് മാറി. അപ്പോൾ അത് മൂവ് ചെയ്ത റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്, കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ ആംഗിളിൻ്റെ കൂടെ ഒരു +θ ആഡ് ചെയ്താൽ മതി. ഇനി ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന പി ഇങ്ങോട്ട് p' ആയിട്ട് മാറണമായിരുന്നുവെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ -θ ആഡ് ചെയ്യണമായിരുന്നു. എങ്കിലല്ലേ അത് ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തുവാ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആംഗിളായ ഫൈയുടെ കൂടെ -θ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി +θ ആഡ് ചെയ്യും, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി -θ ആഡ് ചെയ്യും. ആരോടാണ് ആഡ് ചെയ്യേണ്ടത്, ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ ആംഗിളായ ഫൈയുടെ കൂടെ ആഡ് ചെയ്യും. അതും ഓർത്തിരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു വാല്യൂ, ഒരു നെയിം പറഞ്ഞിട്ടുണ്ട്, r എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് റേഡിയസ്. എവിടെ നിന്നുള്ള റേഡിയസ്,
നമ്മൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഒരു സർക്കുലാർ പാത്തുണ്ട്. ആ സർക്കുലാർ പാത്തിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എന്തെന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ എക്സ്പ്ലനേഷനകത്ത് നമ്മൾ ഗ്രാഫിൻ്റെ 0 0 എന്ന് പറയുന്ന ഒറിജിനാണ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ ഞാൻ ഒന്ന് തിയററ്റിക്കലായിട്ട് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇനിഷ്യലി ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പി ഡാഷ് അല്ല പി. അതിന് എക്സ് വൈ വാല്യൂ ഉണ്ട്. അതിന് എക്സ് ആക്സിസിൽ ഒരു വാല്യൂ ഉണ്ട്, വൈ ആക്സിസിലും ഒരു വാല്യൂ ഉണ്ട്. ഈ ഒറിജിനൽ ഒബ്ജക്റ്റ് നിൽക്കുന്ന ആംഗിളുണ്ട്, അതിന് കൊടുത്തിരിക്കുന്ന നെയിം ഫൈ. ഇനി റൊട്ടേഷൻ ആംഗിളുണ്ട്, അതിന് കൊടുത്തിരിക്കുന്ന നെയിം തീറ്റ. അത് പോസിറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ആ പൊസിഷന് വിളിക്കുന്ന പേര് പി ഡാഷ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന എക്സ് വാല്യൂം വൈ വാല്യൂം ചേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറും, എക്സ് ഡാഷും വൈ ഡാഷുമായിട്ട് മാറും. ഒറിജിനിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അതിന് വിളിക്കുന്ന പേര് ആർ അല്ലെങ്കിൽ റേഡിയസ്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രാഫിൻ്റെ ഒറിജിനായിട്ടുള്ള 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി ഈ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ ഈ ഗ്രാഫിൻ്റെ എക്സ് ഡാഷ് വൈ ഡാഷ് വാല്യൂ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ പോവാം. അപ്പോൾ അതിനുവേണ്ടി ആ ഗ്രാഫ് തന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഓബ്ജക്റ്റ് പി. അതിനെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് പി ഡാഷ് ആക്കി മാറ്റുന്നു. കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ഫൈയുടെ കൂടെ എന്ത് വാല്യൂ ആഡ് ചെയ്തു എന്നാ, ഒരു പ്ലസ് തീറ്റ ആഡ് ചെയ്തു എന്നുള്ളത്. അപ്പം എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ഈ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്. ട്രാൻസ്ലേഷൻ്റെ കേസിൽ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ് എന്ന് പറഞ്ഞതുപോലെ റൊട്ടേഷൻ്റെ കേസിൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് റൊട്ടേഷൻ്റെ കേസിൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാം. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ റേഡിയസും ഈ എക്സ് എന്ന് പറയുന്ന ആക്സിസും ഒക്കെ വെച്ചിട്ട് ദാണ്ട് ഇവിടെ ഇതേപോലൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അസ്യൂം ചെയ്യണം, അങ്ങനെ ട്രയാങ്കിളൊന്നും ഇല്ല, അങ്ങനെ അസ്യൂം ചെയ്യാം. ആ ട്രയാങ്കിളിൻ്റെ ഇവിടുത്തെ ഈ ആംഗിളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫൈ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫൈ എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത്, ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് നമുക്ക് കോസ് ഫൈ എന്താണെന്ന് എഴുതാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോത്തനീസ്. അതാണ് കോസ് ഫൈ. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ദൈത. ഹൈപ്പോത്തനസ് എന്ന് പറഞ്ഞാൽ ദൈത. അപ്പോൾ ഈ അഡ്ജസൻറ്റ് സൈഡിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം, ഹൈപ്പോത്തനസിനെ നമ്മൾ ആർ എന്നും വിളിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോത്തനസ് എന്ന് പറഞ്ഞ അതിനെ കോസ് ഫൈവിനെ നമുക്ക് കോസ് ഫൈവ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്, ആർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തനസ്. അങ്ങനെയാണ് കോസ് ഫൈവ് ഈക്വൽ ടു എക്സ് ബൈ ആർ എന്ന് എഴുതാം. അങ്ങനെ എക്സ് ബൈ ആർ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഈ ആർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കോസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു ആർ കോസ് ഫൈവ് എന്ന് എഴുതാം. മനസ്സിലായോ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു, ഈ എക്സ് ആണിത്, ഈ എക്സ് ആണ് നമുക്ക് കിട്ടിയത്. എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, ആർ കോസ് ഫൈവ് എന്ന് കിട്ടി. ഇനി ഇതുപോലെ വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സൈൻ ഫൈ എന്താണെന്ന് എഴുതി. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോത്തനീസ്. അപ്പോൾ ഈ ട്രയാങ്കിളിനകത്താണ്ട് ഈ ട്രയാങ്കിൾ, ഇതാണ് ട്രയാങ്കിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ആ ട്രയാങ്കിളിനകത്ത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ദൈത, ഹൈപ്പോത്തനസ് എന്ന് പറഞ്ഞാൽ ദൈത, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിനെ നമുക്ക് വൈ എന്ന് കൊടുക്കാം, ഹൈപ്പോത്തനസിന് ആറെന്നും കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോത്തനസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഫൈ ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ ആർ. വൈ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ്, ആർ എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോത്തനസ്.
അങ്ങനെ y ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതിയാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ വൈനെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 6 സൈൻ ഫൈയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6 സൈൻ ഫൈ എന്ന് കിട്ടും. ആ y എന്ന് പറഞ്ഞാൽ ആരാ? ഈ y. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. ഏതൊക്കെയാണ്? എക്സും കിട്ടി, വൈയും കിട്ടി. നമുക്ക് വേണ്ടുന്നത് എന്താണ്? എക്സ് ഡാഷും വൈ ഡാഷും. അപ്പോൾ ഈ എക്സിൽ നിന്നും വൈയിൽ നിന്നും നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് കണ്ടുപിടിക്കാം. അവിടെ ചെയ്യുന്ന എന്തുവാ? ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ കൂടെ ആരോട് ആഡ് ചെയ്താൽ മതി? തീറ്റയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡാഷും വൈ ഡാഷും കിട്ടും. അതെങ്ങനെ ചെയ്തു എന്ന് നോക്കാം. നമുക്കിവിടെ എക്സ് ഈക്വൽ ടു ആർ കോസ് ഫൈ എന്നുണ്ട്. അതിനെ ഞാൻ എക്സ് ഡാഷ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി, ആർ ഇൻറ്റു കോസ് ഫൈ പ്ലസ് തീറ്റ. ഫൈയുടെ കൂടെ തീറ്റയും കൂടെ ആഡ് ചെയ്തു. ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഫൈ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്തു? തീറ്റയും കൂടെ ആഡ് ചെയ്തു. മനസ്സിലായ പറഞ്ഞ എന്താണെന്നുള്ളത്? അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു ആർ കോസ് ഫൈ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫൈ എന്ന് പറയുന്നതിൻ്റെ കൂടെ ആരോട് ആഡ് ചെയ്താൽ മതി? താണ്ട് ഈ തീറ്റയും കൂടെ ആഡ് ചെയ്താൽ മതി. തീറ്റ ആഡ് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും? കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ആവും. അപ്പം അങ്ങനെ ആ ഫൈയുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫൈയുടെ കൂടെ തീറ്റയും കൂടെ ആഡ് ചെയ്തു. ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. എന്തെന്നാക്കി മാറ്റി? എക്സ് ഡാഷ് ഈക്വൽ ടു ആർ കോസ് ഫൈ പ്ലസ് തീറ്റ എന്നാക്കി. അപ്പോൾ നമ്മൾ നേരത്തെ മാത്തമാറ്റിക്സിനകത്ത് പഠിച്ചിട്ടുണ്ട് കോസ് എ പ്ലസ് ബിയുടെ ആൻസർ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ ഇക്വേഷനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഈക്വൽ ടു ഈ ആർ അതേപോലെ അവിടെ ഉണ്ട്, കോസ് ഫൈ കോസ് തീറ്റ മൈനസ് ആർ സൈൻ ഫൈ സൈൻ തീറ്റ എന്നായി. അതായത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പം ഇത് അവിടെ നിൽക്കട്ടെ. ഇനി ഇതേപോലെ എവിടെയും ചെയ്യണം. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന y ഈക്വൽ ടു ആർ സൈൻ ഫൈ എന്ന് പറയുന്നതിനകത്ത് അപ്ലൈ ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? സൈൻ ഫൈയുടെ കൂടെ ഈ ഫൈയുടെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? തീറ്റയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ y ഈക്വൽ ടു ആർ സൈൻ ഫൈ എന്ന് പറയുന്നതിനകത്ത് ഫൈയുടെ കൂടെ തീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെ മോഡിഫൈ ചെയ്തു ഇങ്ങനെയായി. y ഡാഷ് ഈക്വൽ ടു ആർ സൈൻ ഫൈ പ്ലസ് തീറ്റ എന്നായി. നമ്മൾ നേരത്തെ മാത്തമാറ്റിക്സിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ സൈൻ എ പ്ലസ് ബിയുടെ ആൻസർ നമുക്കറിയാം, എക്സ്പാൻഷൻ നമുക്കറിയാം. എന്താണെന്ന് പറയുന്നത്? കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞൊരു എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ y ഡാഷ് ഈക്വൽ ടു ആർ സൈൻ ഫൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്തു y ഡാഷ് ഈക്വൽ ടു ആർ കോസ് ഫൈ സൈൻ തീറ്റ പ്ലസ് ആർ സൈൻ ഫൈ കോസ് തീറ്റ എന്ന രീതിയിൽ മാറ്റി. അപ്പോൾ ഈ 2 ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അതായത് ഇതിനെ ഇങ്ങനെ ആക്കുന്നത് കോസ് എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ചും ഇതിനെ ഇങ്ങനെ ആക്കുന്നത് സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ടുമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ എക്സ്പാൻഷനകത്ത് ആർ കോസ് ഫൈ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആർ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ആർ കോസ് ഫൈക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതാം. അതേ കണക്ക് തന്നെ ആർ സൈൻ ഫൈ എന്താണെന്ന് നമുക്കറിയാം. അതിനെന്താണെന്ന് വിളിക്കുന്നത്? വൈ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആർ സൈൻ ഫൈക്ക് പകരം എന്തെന്ന് എഴുതാം? വൈ എന്ന് എഴുതാം. അതേപോലെ ഇവിടെ ആർ കോസ് ഫൈക്ക് പകരം എന്തെന്ന് എഴുതാം? എക്സ് എന്ന് എഴുതാം. ആർ സൈൻ ഫൈ അതിന് പകരം എന്തെന്ന് എഴുതാം? വൈ എന്നും എഴുതാം. ആ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തു ഈ ഇക്വേഷനെ ഒന്നുകൂടെ. അതായത് എങ്ങനെയാക്കി മാറ്റി? ഈ ഉണ്ടായിരുന്ന എക്സ് ഡാഷ് ആർ കോസ് ഫൈ കോസ് തീറ്റ മൈനസ് ആർ സൈൻ ഫൈ സൈൻ തീറ്റ എന്നുള്ളതിനകത്ത് ആർ കോസ് ഫൈക്ക് പകരം എക്സ് എന്ന് കൊടുത്തു, ആർ സൈൻ ഫൈക്ക് പകരം വൈ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായി മാറി? എക്സ് ഡാഷ് ഈക്വൽ ടു എസ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എന്നായി. അതേപോലെ ഇവിടെ
വൈ ഡാഷ് ഈക്വൽ ടു ആർ കോസ് ഫൈ സൈൻ തീറ്റ പ്ലസ് ആർ സൈൻ ഫൈ കോസ് തീറ്റ എന്നായിരുന്നതിനകത്ത് ആർ കോസ് ഫൈക്ക് പകരവും ആർ സൈൻ ഫൈക്ക് പകരവും എക്സും വൈയും കൊടുത്തു. അതാണ് ദാണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എക്സും ഈ ഉണ്ടായിരുന്ന വൈയും ആ ഇക്വേഷൻ തന്നെ കഴിഞ്ഞിട്ട് മോഡിഫൈ ചെയ്ത് മാറ്റുക. അങ്ങനെ വന്നപ്പോൾ വൈ ഡാഷ് ഈ ഇക്വേഷൻ ചേഞ്ചായി വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ എന്നായി. ഇത് രണ്ടുമാണ് റൊട്ടേഷൻ്റെ എക്സ് ഡാഷിൻ്റെയും വൈ ഡാഷിൻ്റെയും ഇക്വേഷൻ. അതായത് നമ്മൾ ട്രാൻസ്ലേഷനകത്ത് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ് എന്നും വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ എന്ന് പറഞ്ഞതുപോലെ റൊട്ടേഷനിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഇതും വൈ ഡാഷ് എന്ന് പറയുന്നത് ഇതുമായിരിക്കും. മനസ്സിലായ പറഞ്ഞ എന്താണെന്നുള്ള. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. അതായത് ദാണ്ട് ഇവിടെ കോസ് ഫൈവ് പ്ലസ് തീറ്റ എന്നെഴുതി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് സൈൻ ഫൈവ് പ്ലസ് തീറ്റ എന്നെഴുതി എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷനാണ്. ഇനി ഇതേപോലെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ കോസ് ഫൈവ് പ്ലസ് തീറ്റ എന്നതിന് പകരം ഫൈവ് മൈനസ് തീറ്റ എന്ന് വരും. അത് കണക്കാണ്ട് ഇവിടെ സൈൻ ഫൈവ് പ്ലസ് തീറ്റ എന്ന് പറയുന്നതിന് പകരം ഫൈവ് മൈനസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഇവിടെ കോസ് ഫൈവ് പ്ലസ് തീറ്റയുടെ എക്സ്പാൻഷൻ അല്ല എഴുതേണ്ട, ഫൈവ് മൈനസ് തീറ്റയുടെ എക്സ്പാൻഷൻ എഴുതണം. ഇവിടെ സൈൻ ഫൈവ് പ്ലസ് തീറ്റയുടെ എക്സ്പാൻഷൻ അല്ല എഴുതേണ്ട, സൈൻ ഫൈവ് മൈനസ് തീറ്റയുടെ എക്സ്പാൻഷൻ വേണം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഏത് കേസിലെന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് നിങ്ങൾ ഇതുപോലെ ഒരു ഗ്രാഫ് വരച്ച് എക്സ്പാൻഷൻ എഴുതി അസൈൻമെൻ്റായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. നമ്മൾ ട്രാൻസ്ലേഷൻ പഠിച്ച സമയത്തും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതി. മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. എങ്ങനെയാണ് അത് ആക്യുറേറ്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ജനറലായിട്ട് മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. റൊട്ടേഷൻ്റെ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഡാഷ് ഈക്വൽ ടു ആർ ഇൻറ്റു പി, ആർ ഇൻറ്റു പി എന്നാണ്. ട്രാൻസ്ലേഷൻ്റെ കേസിൽ പി ഡാഷ് ഈക്വൽ ടു ടി പ്ലസ് പി എന്നാണ് എഴുതുക. മെട്രിക്സ് അഡീഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. ഇവിടെ നടന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രാൻസ്ലേഷനകത്ത് മെട്രിക്സ് അഡീഷൻ, റൊട്ടേഷനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആറെന്ന് പറയുന്ന മെട്രിക്സിനെ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു 2x2 മെട്രിക്സാണ്. ഈ പി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ട എക്സ് ഡാഷ് വൈ ഡാഷ് വാല്യൂ, അതെന്ന് പറഞ്ഞ ഒരു കോളം മെട്രിക്സാണ്. പി എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിൻ്റെ ഒറിജിനൽ എക്സ് വൈ വാല്യൂ, അതെന്ന് പറയുന്നതും ഒരു കോളം മെട്രിക്സാണ്. ട്രാൻസ്ലേഷൻ്റെ കേസിൽ നമ്മൾ മെട്രിക്സിനകത്ത് എല്ലാം കോളം മെട്രിക്സ് ആയിരുന്നു, അഡീഷൻ ആയിരുന്നു. റൊട്ടേഷൻ്റെ കേസിൽ ഒരു 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനാണ്. എല്ലാം കോളം മെട്രിക്സ് ആയിരുന്നില്ല, 2x2 മെട്രിക്സ് ആണ് ഉപയോഗിച്ചത്. അതുപോലെ എന്തുവാണ് നടക്കുന്നത്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ മെട്രിക്സിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കിട്ടണം. കിട്ടുമെന്ന് നോക്കാം. അതാ നോക്കുക. എക്സ് ഡാഷ് ഈക്വൽ ടു ഈ റോ ഇൻറ്റു ഈ കോളം പ്ലസ് ചെയ്യണം. അതല്ലേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് എന്ത് വരും? എസ് കോസ് തീറ്റ പ്ലസ് വൈ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എസ് ഡാഷ് ഈക്വൽ ടു എസ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ എന്ന് കിട്ടും. അത് കണക്ക് വൈ ഡാഷ് ഈക്വൽ ടു ഈ റോ ഇൻറ്റു ഈ കോളം പ്ലസ് ചെയ്യണം. വൈ ഡാഷ് ഈക്വൽ ടു എന്ത് വരും? സൈൻ തീറ്റ എക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൈ ഇൻറ്റു കോസ് തീറ്റ, എക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൈ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെ കിട്ടും. അപ്പം ഇക്വേഷൻ കാണാൻ പഠിച്ചു വയ്ക്കുക. റൊട്ടേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ, വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത്
കൗണ്ടർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ്. ഇനി ഇതേപോലെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 0 0, റൈറ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4 4. അങ്ങനെയുള്ളൊരു ലൈനാണ് ഇതായത്. ഈ ലെഫ്റ്റിലെ വാല്യൂ 0 0, റൈറ്റിലെ വാല്യൂ 4 4. ഓക്കെ, അങ്ങനെ വന്നിട്ടുള്ള ഈ ലൈനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. നേരത്തെ പഠിച്ച മാതിരി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്ത് പുതിയ വാല്യൂ എക്സ് ഡാഷ് വാല്യൂവും വൈ ഡാഷ് വാല്യൂവും നമ്മൾ കണ്ടുപിടിച്ചേക്കുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നോക്കാം. അപ്പം ഏത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാല്ല. ഏത് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന അതാണ്ട് ഈ ലൈനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ലൈനിൻ്റെ ലെഫ്റ്റ് എൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 0 0, റൈറ്റ് എൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4 4. അപ്പോൾ ഇവിടെ ചേഞ്ച് വരത്തില്ല. ഈ പൊസിഷൻ മാത്രം ഇങ്ങോട്ട് മൂവ് ആവും. ഇതിവിടെ തന്നെ നിൽക്കും. ഈ ഒരു പൊസിഷൻ അവിടെ തന്നെ നിൽക്കും. ആ രീതിയിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഒറിജിനൽ എക്സ് വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ 4,4 ഈ പൊസിഷൻ. നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ആംഗിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 30 ഡിഗ്രി എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസിൽ, കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇതേ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേഷൻ ആംഗിൾ ഉണ്ട് 30 ഡിഗ്രി. റൊട്ടേഷൻ ആംഗിൾ 30 ഡിഗ്രി. ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ 4,4. നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോവാം? എക്സ് ഡാഷ് വൈ ഡാഷ് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഡാഷിൻ്റെ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഇൻറ്റു കോസ് തീറ്റ മൈനസ് വൈ ഇൻറ്റു സൈൻ തീറ്റ. അതിനകത്ത് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ എക്സിന് പകരം 4, കോസ് തീറ്റയ്ക്ക് പകരം കോസ് 13 മൈനസ് വൈക്ക് പകരം 4, സൈൻ തീറ്റയ്ക്ക് പകരം 30. ഇനി ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. കോസ് 13 എന്ന് പറഞ്ഞാൽ √3/2 എന്ന് വരും. സൈൻ 13 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വരും. അങ്ങനെ ആൻസർ കണ്ടുപിടിച്ചു 1.46. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, മനസ്സിലാവില്ല എന്താണ് അവിടെ ചെയ്തിരിക്കുന്നതെന്നുള്ള. അതുപോലെ തന്നെ വൈ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചു. വൈ ഡാഷിൻ്റെ ഇക്വേഷൻ പറയുന്നത് എക്സ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് വൈ ഇൻറ്റു കോസ് തീറ്റ എന്ന്. അല്ല, എക്സും വൈയും നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? 4 എന്നറിയാം. വൈ എന്ന് പറഞ്ഞാൽ 4 എന്നറിയാം. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? 30 ഡിഗ്രി ആണെന്നറിയാം. ഈ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്തു, നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. ആൻസർ കിട്ടി 5.46. അപ്പം എക്സ് ഡാഷ് നമുക്ക് കിട്ടി 1.46, വൈ ഡാഷ് നമുക്ക് കിട്ടി 5.46. അപ്പം 4 എന്ന് പറഞ്ഞിരുന്ന എക്സ് ചേഞ്ചായി എന്തായി? 1.46 ആയി. 4 എന്നുണ്ടായിരുന്ന വൈ ചേഞ്ചായി എന്തായിട്ട് മാറി? 5.46 ആയി. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന 4 4 ഇങ്ങോട്ട് മാറി 1.46ഉം 5.46ഉം ആയിട്ട് മാറി. കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. മനസ്സിലായ ചെയ്ത എന്താണെന്നുള്ളത്? ഇനി ഇത് തന്നെ നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. മെട്രിക്സ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ആ മെട്രിക്സ് എഴുതി എക്സ് ഡാഷ് വൈ ഡാഷ് ഈക്വൽ ടു മെട്രിക്സിൻ്റെ 2/2 മെട്രിക്സ് ഇങ്ങനെയാണ്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. തീറ്റയ്ക്ക് പകരം തീറ്റയുടെ വാല്യൂ ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 13 എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. തീറ്റ എല്ലാം മാറ്റി 13 ആക്കി. ഒറിജിനൽ എക്സ് വാല്യൂ നമുക്കറിയാം 4 4. ഈ മെട്രിക്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട? ഈ റോ ഇൻറ്റു ഈ കോളം പ്ലസ് ചെയ്യണം. അതേ കണക്ക് ഈ റോ ഇൻറ്റു ഈ കോളവും പ്ലസ് ചെയ്യണം. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേന് മെട്രിക്സ് ഈ ഫോർമാറ്റിൽ കിട്ടും. അത് ഫസ്റ്റ് റോ എന്ന് പറയുമ്പം ഇവിടെ ഒരു പ്ലസ് സൈൻ കൂടെ ഉണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അതേ കണക്ക് ഇവിടെയും ഒരു പ്ലസ് സൈൻ ഉണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഈ ഫസ്റ്റ് റോ ഓപ്പറേറ്റ് ചെയ്യുമ്പം 1.46 എന്നും സെക്കൻഡ് റോ ഓപ്പറേറ്റ് ചെയ്യുമ്പം 5.46 എന്നും കിട്ടും. അതായത് എസ് ഡാഷ് ഈക്വൽ ടു 1.46, വൈ ഡാഷ് ഈക്വൽ ടു
5.46 നമുക്ക് നേരത്തെ കിട്ടിയ എക്സ് ഡാഷിൻ്റെയും വൈ ഡാഷിൻ്റെയും വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, മെട്രിക്സ് ഓപ്പറേറ്റ് ചെയ്ത് വേണേലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.